ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ഒരു ഷാപ്പ് മോഡൽ തലക്കറിയുമായിട്ടാണ്. എങ്ങനെ നമുക്ക് വളരെ ഈസിയായി ഷാപ്പ് മോഡൽ തലക്കറി വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇവിടെ നെയ്മീൻ ഞാൻ ഒരു 1.5 കിലോയ്ക്കുള്ള നെയ്മീൻ തലക്കറിക്കുള്ള തല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് വലിയൊരു പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് കഷ്ണങ്ങളാക്കിയത്. നിങ്ങൾക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിന് ഈ നെയ്മീൻ നമുക്ക് മുഴുവനോടെ ഇട്ട് തലക്കറി വെക്കുന്നതായിരിക്കും ബെറ്റർ. നെയ്മീൻ തലക്കറിക്ക് ഞാനിവിടെ ഈ ഒരു വലിയ പാനാണ് എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ ഇത് ഇത്രയും 1.5 കിലോ നെയ്മീൻ്റെ തലയിട്ട് വേവിക്കാൻ പറ്റിയ ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരു വലിയ പാൻ എടുത്തേക്കുന്നത്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ തണുത്ത് ഈ ഒരു പരുവമാണ്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. സൺഫ്ലവർ ഓയിലൊന്നും ഈ തലക്കറി ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യരുത്. ഈ ഷാപ്പിലെ തലക്കറി എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും ഇത്തിരി എരി കൂടുതലായിരിക്കും. അതും വെളിച്ചെണ്ണയുടെ നല്ല മണവും കാണും. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉലുവ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നീളത്തിനരിഞ്ഞ 2 സവാളയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, സവാള വഴണ്ട് വരാൻ. ഇതിലേക്ക് ഞാൻ 5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും 7 അല്ലി വെളുത്തുള്ളി നീളത്തിനരിഞ്ഞതും നമുക്ക് ഈ സവാളയിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ തലക്കറിക്ക് എപ്പോഴും നല്ല റെഡിഷ് കളറാണല്ലോ, അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടു. ഇനി നമുക്ക് മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഷാപ്പിലെ മീൻകറി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇത്രയും എരി ചേർത്തത്. നമ്മൾ മസാലയുടെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചേക്കുന്ന 3 കുടംപുളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഷാപ്പിലെ മീൻകറിക്ക് കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 2 തലയാണ് എടുത്തേക്കുന്നത്. അതാണ് 1.5 കിലോ വന്നത്. അപ്പം നമുക്കിത് ആ മീൻ മുങ്ങിക്കിടന്ന് വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക്. ഞാനിതിലേക്ക് ഉപ്പിട്ടിട്ടില്ല, നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1 തക്കാളി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന നെമ്മീൻ്റെ തല ഇട്ട് കൊടുക്കാം. എനിക്ക് വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് കഷ്ണങ്ങളാക്കിയത്. നിങ്ങൾക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങളിത് മുഴുവനോടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ തലക്കറിയിലെ കഷ്ണങ്ങൾ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
അപ്പം നമുക്ക് ഇതിന് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് നമുക്ക് ആ കുരുമുളക് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ തലക്കറി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയ ഒരു തലക്കറിയാണ്. ഇത് ഷാപ്പ് മോഡൽ തലക്കറിയാണ്. ഈ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുഴുവനോടെ ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ടേസ്റ്റ്.